സ്വാഗതം ആശംസിക്കുക എന്നുള്ള ഒരു പരിപാടിയിലേക്കാണ് അടുത്തായി വേദി ഒരുങ്ങുന്നത്. ഈ യുവജന സംഗമത്തിൻ്റെ പ്രിയപ്പെട്ട നായകൻ ഷറഫലി മാട്ര പ്രൗഢമായ ഈ വേദിയെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുകയാണ്. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും പ്രിയപ്പെട്ട, അതിലേറെ ആദരവും സ്നേഹവും നിറഞ്ഞ മാട്ര കുടുംബത്തിലെ കാരണവന്മാർ, യുവജന വിഭാഗത്തിൻ്റെ കാരണവന്മാർ, മറ്റു സഹോദരി സഹോദരന്മാരെ, ഉമ്മപെങ്ങന്മാരെ, അബ്ദുറഹ്മാൻ നഗറിൻ്റെ തിരുമുറ്റത്ത് കൊടുവായൂർ ദേശത്ത് നൂറ്റാണ്ടുകളായി അധിവസിച്ചു വന്ന ഒരു പൗരാണിക പ്രമുഖ കുടുംബമാണ് നമ്മളെ കുടുംബം മാട്ര എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ജീവകാരുണ്യ, സാമൂഹിക, രാഷ്ട്രീയ, മതമേഖലകളിലൊക്കെ നമ്മുടെ മുൻഗാമികൾ കാൽപാദം തെളിയിച്ചു വെച്ചാണ് പോയിട്ടുള്ളത്. ഈ വേദിയിലിരിക്കുന്ന യുവാക്കളെ ചൂണ്ടി, യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കാരണവന്മാർ കൊളുത്തിവെച്ച ഭദ്രദീപം മുന്നോട്ട് ഗമിപ്പിക്കേണ്ട ഉത്തരവാദിത്വവും പൗരത്വബോധവും നമ്മളിൽ ഉണ്ടാവണമെന്ന് ഈ മധ്യേ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കുകയും അതിൽ മറ്റു പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഇപ്പോൾ അറിയപ്പെട്ട് വരികയും ചെയ്തതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം നമ്മൾ ആദ്യം പാലമടത്തിൽ ചിനയിലുള്ള ഒരു 100 വീട് 120 വീടിലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമെന്നല്ലാതെ പുറത്തേക്കൊന്നും നമുക്ക് എന്ത് ചെയ്യില്ലായിരുന്നു. അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിയാമെന്നല്ലാതെ കൂടുതലായിട്ട് അറിയാറില്ലായിരുന്നു. പക്ഷേ ഈ 3 സംഗമങ്ങളിലൂടെ നമ്മൾ ഒരുപാട് മാട്ര എന്ന പേരിൽ മാത്രം അറിയപ്പെടുന്ന കുടുംബത്തിൻ്റെ എല്ലാ കണ്ണികളെയും ഇളക്കി ചേർക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന തുടർ പ്രവർത്തനങ്ങളിലൂടെ മറ്റ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരെയും കണ്ടെത്താൻ നമുക്ക് സാധിക്കും ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം തന്നെ ഈ യുവജന സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനമായി പറയാനുള്ളത്, ഒരുപാട് യുവാക്കളാണ് ഈ സംഗമത്തിൻ്റെ അഹോരാത്രം വിജയത്തിന് വേണ്ടി പണിയെടുത്ത ആളുകളുള്ളത്. അവരെയൊക്കെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ യുവജന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അബ്ദുറഹ്മാൻ നഗർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് റഷീദ് കൊണ്ടാണത്താണ്. അതോടൊപ്പം ഈ വേദിയിൽ അധ്യക്ഷ വഹിക്കുന്നത് സലീം മാട്ര. പിന്നെ സംസാരിക്കേണ്ട ആളുകൾ ഓരോരുത്തരുടെ പേരുകൾ എടുത്ത് ഞാൻ പറയുന്നില്ല, എല്ലാവരെയും ഹൃദയംഗമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ യുവജന സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഇരിക്കുന്നതൊക്കെ മാട്ര കുടുംബത്തിലെ യുവാക്കളാണ്. നിങ്ങൾ കാണണം, ഒരു നാടിന് നേതൃത്വം കൊടുത്ത പിന്മുറക്കാരുടെ അവകാശികളാണ് ഈ ഇരിക്കുന്നത്. അവർക്ക് വേണ്ട പ്രചോദനവും കാര്യങ്ങളും എല്ലാവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും അവരും അഹോരാത്രമം പരിശ്രമിച്ച് മുന്നോട്ട് ഗമിക്കണമെന്നും ഈ മധ്യേ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ 3 സംഗമങ്ങൾ നമ്മൾ നടത്തി. 3ാമത്തെ സംഗമമാണ് ഇൻഷാ അല്ലാഹ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഗമങ്ങളിലൊക്കെ നമ്മൾ കുടുംബ ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിന് പലവിധ രാഷ്ട്രീയങ്ങളുണ്ടാവാം, പലവിധ മതസംഘടനകൾ ഉണ്ടാകാം. പക്ഷെ പരമാവധിയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ചില പ്രശ്നങ്ങൾ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ക്ഷമയും ചോദിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എൻ്റെ കർത്തവ്യത്തിൽ എല്ലാവരെയും, ഈ സദസ്സിനെയും ഹാർദവമായി ഈ യുവജന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് മാട്ര സലീമിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രൗഢമായി ഈ